ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. നമ്മുടെ 2025 ബജറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഉറ്റ് നോക്കിക്കൊണ്ടിരുന്ന ബജറ്റ്. ഈ ബജറ്റിൽ ഏതൊക്കെ സെക്ടറുകൾക്കും ഏതൊക്കെ സ്റ്റോക്കുകൾക്കും പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു അനാലിസിസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നടത്തുന്നത്. സെക്ടറുകൾക്ക് വലിയ മാറ്റം വരാൻ സാധ്യതയില്ലെങ്കിലും വരും ദിവസങ്ങളിൽ സ്റ്റോക്കുകളിൽ മാറ്റം വന്നേക്കാം. ബജറ്റ് കഴിഞ്ഞു, അനാലിസിസും കാര്യങ്ങളും നടക്കുന്നേ ഉള്ളൂ. ബജറ്റ് ദിവസം ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് നോർമലി മാർക്കറ്റ് അവധിയാണെങ്കിലും അന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വോളിയം കുറച്ച് കുറവായിരുന്നു. നോർമലി വർക്കിംഗ് ഡേയിലുള്ള വോളിയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് ദിവസം ഇന്നാണ്, അതായത് തിങ്കളാഴ്ചയാണ് വരുന്നത്. വരുന്ന കുറച്ച് ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് ക്ലിയറായിട്ട് ഏത് സെക്ടറാണ്, ഏത് സ്റ്റോക്കുകളാണ് ഈ വർഷത്തേക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന ഡേറ്റ മാർക്കറ്റ് തന്നെ നമുക്ക് തരും. ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് മാർക്കറ്റിൻ്റെ കണ്ണിലൂടെ ബജറ്റിനെ നോക്കി കാണുമ്പോഴാണ്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റകൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, വരുന്ന ഡൽഹി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ജനപ്രിയ ബജറ്റാണ് വന്നിരിക്കുന്നത്. ആരും ഇത്രയും ഒരു നല്ലൊരു ബജറ്റ് പ്രതീക്ഷിച്ചിട്ടില്ല. സ്റ്റോക്ക് മാർക്കറ്റിന് വലിയ ഗുണമില്ലെങ്കിലും ജനങ്ങൾക്ക് ഇത് വളരെ ഗുണമാണ്, പ്രത്യേകിച്ച് ടാക്സ് പേ ചെയ്യുന്നവർക്ക്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടില്ല, കാരണം സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് നമുക്ക് സെക്ടർ പെർഫോമൻസിലേക്ക് പോകാം. ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, നിഫ്റ്റിയുടെ റിയാലിറ്റി സെക്ടറാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്നത്. 3.38% ഈ സെക്ടർ പെർഫോം ചെയ്തിരിക്കുന്നത്. അടുത്ത സെക്ടർ നിഫ്റ്റിയുടെ കൺസപ്ഷനാണ്. 3.14% ഈ ഒരു സെക്ടർ ഉയർന്നിരിക്കുന്നത്. FMCG സെക്ടർ 3% ഉയർന്നിരിക്കുന്നു. കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടർ ഓൾമോസ്റ്റ് 3% ഉയർന്നിരിക്കുന്നു. നിഫ്റ്റി മീഡിയ 2.21% ഉയർന്നിരിക്കുന്നു. നിഫ്റ്റി ഓട്ടോമൊബൈൽ സെക്ടറാണ്, നിയർലി 2% ഉയർന്നിരിക്കുന്നു. പിന്നെ പ്രൈവറ്റ് ബാങ്ക് 0.16%, നെഗ്ലിജിബിളാണ്. എന്നാൽ പോലും ജനങ്ങളുടെ കയ്യിൽ ക്യാഷ് വരുമ്പോൾ, കാരണം എന്തായാലും ടാക്സ് ബെനിഫിറ്റ് ടാക്സ് പേ ചെയ്യുന്നവർക്കുണ്ടാവും. അപ്പോൾ ക്യാഷ് വരുമ്പോൾ ബാങ്കിനും ഒരു പ്രയോജനം കിട്ടും അല്ലേ? പക്ഷേ അത് ഇവിടെ വളരെ കുറവാണ്. റിയാലിറ്റി സെക്ടർ നിഫ്റ്റിയിലെ ഡേറ്റ കാണിക്കുന്നത് റിയൽ എസ്റ്റേറ്റിന് വളരെ ഗുണമാണെന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് റിയൽ എസ്റ്റേറ്റ് ഓക്കെയാണ്, കൺസപ്ഷൻ ഓക്കെയാണ്, FMCG ഓക്കെയാണ്, പിന്നെ ഓട്ടോമൊബൈൽ സെക്ടർ അതും ഓക്കെയാണ്. അതായത് നിഫ്റ്റിയിൽ ഈ കാണിക്കുന്ന ഈ ഡേറ്റ വലിയ രീതിയിൽ മാറാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ ഡേറ്റ ചെക്ക് ചെയ്യണം. വരുന്ന ദിവസങ്ങളിലെ ഡേറ്റയും സ്റ്റോക്കുകളും വളരെയധികം വാച്ച് ചെയ്യണം. അപ്പോൾ നമുക്കൊരു പിക്ചർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബജറ്റ് കഴിഞ്ഞിട്ടുള്ള മാർക്കറ്റ് ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ നമുക്കിവിടെ റെഡ് കളറിലേക്ക് പോകാം. ഹെൽത്ത് കെയറും ബാങ്കും ഫിനാൻഷ്യൽ സർവീസസും ഫാർമയും മെറ്റലും ഓയിൽ ആൻഡ് ഗ്യാസും IT-യും PSU ബാങ്കും എനർജിയും ഒക്കെ റെഡാണ്. ഇതിൽ എനർജി വളരെയധികം റെഡാണ്. വീണ്ടും നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ FMCG സെക്ടറൊന്നും ഈ കഴിഞ്ഞ വർഷമൊന്നും ഒരു പെർഫോമൻസും നടത്തിയിട്ടില്ല. നമുക്ക് ഇയർലി ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ സീരീസുകളിൽ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതേപോലെ ഓട്ടോമൊബൈൽ സെക്ടർ ഈ ഒരു കറക്ഷന് വളരെയധികം താഴേക്ക് പോയി അല്ലേ? ഓട്ടോമൊബൈൽ സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ EV സെഗ്മെൻറ്റ് കൂടി വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്. ഇപ്പോൾ EVയിലൊക്കെ നല്ല ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ബജറ്റിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട EVയുമായിട്ട് കൂടുതൽ EV വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്കായിരിക്കണം ഗുണം കൂടുതൽ. എനിക്കങ്ങനെ നോക്കിയിട്ട് കണ്ടു. കമ്പനികളൊന്നും നോക്കിയപ്പം ഏതാണ്ട് EVയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾക്ക് കൂടുതൽ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് വന്നതുപോലെ തോന്നി. അടുത്ത ദിവസങ്ങളിൽ നമുക്കത് വാച്ച് ചെയ്യാം. അപ്പോൾ വളരെയധികം താഴ്ന്നിരിക്കുന്ന സെക്ടറാണ് ഈ FMCG എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിയാലിറ്റി അത് തന്നെയാണ്. കുറച്ച് നാളായിട്ടൊരു അപ്പ് ഉണ്ടായിരുന്നു. ഓട്ടോമൊബൈൽ ആണെങ്കിലും റീസെൻ്റ്ലി കറക്ഷന് നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെക്ടറിൻ്റെ ഒരു ഓവർവ്യൂ. ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇനി നമുക്ക് ഈ ഒരു സെക്ടറിൽ പെട്ടിട്ടുള്ള കമ്പനികളും അവയുടെ കഴിഞ്ഞ ദിവസത്തെ ഡേറ്റയും നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് റിയാലിറ്റി സ്റ്റോക്കുകളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സെബിയുടെ ഒരു പുതിയ റെഗുലേഷൻ വന്നിരുന്നു. റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ചാർട്ടും മറ്റും ഒന്നും പ്രദർശിപ്പിക്കരുത്, ലൈവ് ട്രേഡിങ്ങുകളും മറ്റുമൊന്നും വീഡിയോ ആയിട്ട് ചെയ്യുകയും മറ്റും ചെയ്യരുത് എന്നുള്ള പുതിയ ഒരു റെഗുലേഷൻ വന്നിരുന്നു. സെബിയുടെ റൂള് പക്കയായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടതുള്ളതുകൊണ്ട്
നമ്മൾ ഇനി മുതൽ സ്റ്റോക്കിൻ്റെ ചാർട്ടും മറ്റുമൊന്നും കാണിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലുള്ള ഡേറ്റകൾ പ്രദർശിപ്പിക്കുന്നത് എന്നത് നോക്കിയതിന് ശേഷം സെബിയുടെ റൂള് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റോക്കുകളുടെ പേരും എത്ര ശതമാനം കഴിഞ്ഞ ദിവസം ഉയർന്നു എന്നുള്ളതും കാണിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് കാണിക്കുന്നു. എന്നാൽ ചാർട്ടിന് പ്രാധാന്യമുണ്ടെങ്കിലും നിലവിലുള്ള ഡേറ്റ അനുസരിച്ചിട്ട് 3 മാസം പഴക്കമുള്ള ചാർട്ടുകളാണ് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ റൂൾ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചാർട്ട് തൽക്കാലം കാണിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ തന്നെ ചാർട്ട് അനലൈസ് ചെയ്യുക. എന്നാൽ ഇത് സാധാരണക്കാർ പഠിക്കുന്നതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കൂടെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. കുറേയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇനി ചാർട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല, അതും പഴയ ചാർട്ട് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് പഠിച്ച് അതൊന്ന് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് തന്നെ നോക്കാവുന്നേ ഉള്ളൂ. എന്തായാലും റിയാലിറ്റി സ്റ്റോക്സുകളിലേക്ക് തിരിച്ചു വരാം. ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്ന സ്റ്റോക്ക്, ഓൾമോസ്റ്റ് 7% ഉയർന്നിരിക്കുന്ന സ്റ്റോക്ക് ഫീനിക്സ് ലിമിറ്റഡ് ആണ്. ഏകദേശം 6% ഉയർന്ന് ലോത സെക്കൻഡ് സ്ഥാനത്തുണ്ട് റിയാലിറ്റി സ്റ്റോക്കിൽ. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് 5% ഉയർന്നിട്ടുണ്ട്. ശോഭ 3.64% ഉയർന്നു. DLF 2% ഉയർന്നിട്ടുണ്ട്. ഒബ്രോയ് റിയാലിറ്റി 1.71% ഉയർന്നിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 1.3%. EMBDL ഓൾമോസ്റ്റ് ഒരു 1% ഉയർന്നിരിക്കുന്നത്. എന്നാൽ ബ്രിഗേഡ് എൻ്റർപ്രൈസസും സൺടെക് റിയാലിറ്റിയുമൊക്കെ താഴേക്കാണ് പോയിരിക്കുന്നത്. വലിയ താഴേക്കല്ല, ബ്രിഗേഡ് നെഗറ്റീവാണ്, 0.62%. ബ്രിഗേഡൊക്കെ ഭയങ്കര റാലി നടത്തിയ സ്റ്റോക്കാണ് കേട്ടോ. മൾട്ടിബാഗർ റിട്ടേൺ ആണ് ബ്രിഗേഡൊക്കെ തന്നിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ചെറിയ ലെവൽ തൊട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിരുന്നു. അതുപോലെ സൺടെക് റിയാലിറ്റി 1.33% ഡൗൺ ആണ്. ഇപ്പോൾ റിയാലിറ്റി സ്റ്റോക്കുകളിൽ മെജോറിറ്റി സ്റ്റോക്കുകളും അപ്പാണ്, വലിയ മൂവ്മെൻറ്റ് കാഴ്ച വെച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുക കേട്ടോ. വരുന്ന ദിവസങ്ങളിൽ കമ്പനികൾ മാറി മറിഞ്ഞേക്കാം, ബിഹേവിയറും മറ്റും മാറി മറിഞ്ഞേക്കാം. എന്തായാലും വാച്ച് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഉയർന്ന സെക്ടറിലെ സ്റ്റോക്കുകളാണ് നമ്മളിവിടെ കണ്ടത്. നമുക്ക് രണ്ടാമത്തെ സെക്ടറിലേക്ക് കിടക്കാം. നിഫ്റ്റി കൺസംപ്ഷൻ സ്റ്റോക്സ് ആണ്. ഈ സെക്ടറാണ് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്നത്. റിയാലിറ്റിയെ വെച്ച് നോക്കുമ്പോൾ ഈ സെക്ടറിൽ റിയാലിറ്റി സ്റ്റോക്കുകൾ ഉയർന്നതിനെ കഴിഞ്ഞ് കൂടുതൽ ഉയർന്ന സ്റ്റോക്കുകളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ബ്ലൂ സ്റ്റാർ കമ്പനി. 11.63% ഈ ഒരു സ്റ്റോക്ക് ഉയർന്നിരിക്കുന്നത്. ക്രോംപ്റ്റൺ 7.19% ഉയർന്നിട്ടുണ്ട്. ബാറ്റ ഇന്ത്യ, ഇതിനൊരു ന്യൂസ് കൂടിയുണ്ട്, ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള നമ്മുടെ ലെതറിൻ്റെയൊക്കെ ഒരു ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട അത് വരുന്നുണ്ട്. എന്തായാലും ബാറ്റ ഇന്ത്യ 5.83% ഉയർന്നിട്ടുണ്ട്. വി-ഗാർഡ് 5.44% ഉയർന്നിട്ടുണ്ട്. ഹാവൽസ് 5.43% ഉയർന്നിട്ടുണ്ട്. വോൾട്ടാസ് 4.77%. ഓറിയൻ്റ് ഇലക്ട്രിക് 3.73%. വേൾപൂൾ 3%. ആംബർ 1.74%. ടൈറ്റാനും 1.74 തന്നെ. റിലാക്സോ ഫുഡ്വെയർ, ലെതറുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ചെരുപ്പ് നിർമ്മാണ കമ്പനിയാണ്, 1.22%. TTK പ്രസ്റ്റീജ് 1%. കജാറിയ സെറാമിക്സ് 0.2%. രാജേഷ് എക്സ്പോർട്ട് 0.66% ഡൗൺ ആണ്. ഈ സ്റ്റോക്ക് അങ്ങ് മുകളിൽ നിന്ന് ഡൗൺ ആകാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ. രാജേഷ് എക്സ്പോർട്ട് നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു കമ്പനി. പിന്നെ നമ്മുടെ ഡിക്സൺ, അത് വളരെയധികം മുകളിലേക്ക് പോയി. രാജേഷ് എക്സ്പോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡേറ്റയാണ് ഡിക്സൺ. വളരെയധികം മുകളിലേക്ക് പോയിട്ടുള്ള കമ്പനിയാണ്. പക്ഷേ നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ ദിവസം കൊടുത്ത 1.85%. കൺസംപ്ഷൻ സ്റ്റോക്കുകളുടെ ഒരു പിക്ചർ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ബാറ്റ ഇന്ത്യയും റിലാക്സോ ഫുഡ്വെയറും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെയധികം താഴേക്ക് പോയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇതെല്ലാം തന്നെ കേട്ടോ. അവിടുന്ന് തിരിച്ച് വരുന്ന പോലത്തെ ഒരു ചാർട്ടാണ് കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഒരു ക്യാൻഡിലാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അനലൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി വോളിയോ മറ്റുമൊക്കെ കൂടിയിട്ടുള്ള നോർമൽ വർക്കിംഗ് ഡേയ്സിൽ. ഇനി നമുക്ക് മൂന്നാമത്തെ സെക്ടർ, മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സെക്ടർ ഏതാണെന്ന് നോക്കാം. അതിലെ സ്റ്റോക്കുകളും ഏതാണെന്ന് നോക്കാം. FMCG തന്നെയാണ്. കഴിഞ്ഞ വർഷം റിട്ടേൺ ഒന്നും നൽകിയിട്ടില്ലാത്ത, എത്ര ശതമാനം എന്നുള്ളത് ഞാൻ നോക്കിയില്ല. അതൊക്കെ നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് 2 വർഷത്തെയും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെയൊക്കെ റിട്ടേൺ എടുത്ത് നോക്കണം.
എന്തായാലും കഴിഞ്ഞ വർഷം പെർഫോം ഒന്നും ചെയ്യാത്ത സെക്ടറാണ് FMCG സെക്ടർ. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ ക്യാഷ് വരുമ്പോൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സെക്ടർ FMCG ഉണ്ട്. എന്തായാലും FMCG സെക്ടറിൽ തന്നെയാണ്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് തന്നെയാണല്ലോ അതിൻ്റെ പേര്. അപ്പം ഇതിലായിരിക്കണം ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് വരുന്നത്. എന്നാൽ മൂവ്മെൻറ്റിൽ ഇത് 3-ാം സ്ഥാനത്ത് വന്നു. വരും ദിവസങ്ങളിൽ 1-ാം സ്ഥാനത്ത് വരുമോ എന്ന്, അല്ലെങ്കിൽ ഇന്നൊക്കെ വരുമോ എന്നുള്ളത് നമ്മൾക്ക് നോക്കണം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ വലിയൊരു പോസിറ്റീവ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ട്രംപിൻ്റെ ജൽപ്പനങ്ങൾ മാർക്കറ്റിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. മാർക്കറ്റിന് ഭയങ്കരമായിട്ടൊരു ഗുണമുള്ള ഒരു ബജറ്റായിരുന്നില്ലല്ലോ, ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു ബജറ്റായിരുന്നല്ലോ. പക്ഷേ ഇൻഡയറക്റ്റ്ലി മാർക്കറ്റിന് അത് ഗുണമായിട്ട് വരും. മാർക്കറ്റിലുള്ള പല കമ്പനികൾക്കും ഗുണമായിട്ട് വരും അത്. എന്തായാലും നമുക്ക് FMCGയിലെ സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. ഇപ്പോൾ റാഡിക്കോ 8.48% ഉയർന്നിരിക്കുന്നത് FMCGയിൽ. ഗോദ്രേജ് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ്, ഗോദ്രേജ് CP എന്ന് പറയും ഷോർട്ട് ഫോം, അത് 5.91% ഉയർന്നിട്ടുണ്ട്. ഇമാമി ലിമിറ്റഡ് 5.78% ഉയർന്നിരിക്കുന്നു. യുണൈറ്റഡ് സ്പിരിറ്റ് 4.95% ഉയർന്നിരിക്കുന്നു. അത് പിന്നെ കറക്റ്റായിരിക്കും, കുടിയന്മാരൊന്നും കൂടെ ലാവിഷായിട്ട് കുടിക്കാനുള്ള സാധ്യതയുണ്ട്. യുണൈറ്റഡ് സ്പിരിറ്റും കാര്യങ്ങളുമൊക്കെ ഉയർന്നിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇന്ത്യയിൽ എത്ര ശതമാനം ആളുകളാണ് ടാക്സ് പേ ചെയ്യുന്നത്? ടാക്സ് ഫയൽ ചെയ്യുന്നത് തന്നെ എത്ര ശതമാനം ആളുകളാണ്? 2% ആളുകൾ പേ ചെയ്യുന്നുണ്ടോ ടാക്സ്? ഫയൽ ചെയ്യുന്നതിൽ കുറേ പേര് പേ ചെയ്യുന്നില്ല. അപ്പോൾ പേ ചെയ്യുന്നവർ 2% ഉണ്ടോ? എന്തായാലും അത് നോക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ന്യൂസ് വായിച്ചപ്പം ഏതാണ്ട് ആ ഒരു ഫിഗറാണ് കിട്ടിയതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്രയും ശതമാനം ആൾക്കാരായിരിക്കും ചിലപ്പോൾ കുടി കൂട്ടാൻ പോകുന്നില്ല. അതിൽ തന്നെ കുടിക്കുന്നവർ എത്ര പേരുണ്ടാവില്ലേ? ഓക്കെ, നമ്മൾ ചുമ്മാ അങ്ങനെ കാട് കയറിയത് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. യുണൈറ്റഡ് സ്പിരിറ്റ് എനിക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റോക്ക് കേട്ടോ ഇത്. ഈ ഒരു സ്റ്റോക്ക് നമ്മളെ അധികം നിരാശപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു നിശ്ചയ ഇങ്ങനെ കയറി പോകുന്ന പോലെ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ നോട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ VBL, വരുൺ ബീവറേജസ് ലിമിറ്റഡ് 4.39%. അപ്പോൾ രണ്ടുപേരും കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ടാറ്റ കൺസ്യൂമർ 4.22%, UBL 4%, മാരിക്കോ ഓൾമോസ്റ്റ് 4-ൻ്റെ അടുത്ത്, ITC FMCGയിലൊക്കെ ഭയങ്കരനാണല്ലോ ITC 3.25%, കോൾഗേറ്റ് പാൽമോലിവ് ഇത് ഇടിഞ്ഞിടിഞ്ഞ് അങ്ങ് താഴെ പോയിരുന്നു. വളരെ നല്ലൊരു കമ്പനിയായിരുന്നു കോൾപാൽ, ഇടിഞ്ഞിടിഞ്ഞ് താഴെ പോയായിരുന്നു. ഇപ്പോഴും കയറിയപ്പോൾ അതൊക്കെ പറന്നങ്ങ് കയറണ്ടേ, പക്ഷേ അത്രയും ഒരു കയറ്റമൊന്നും കാണുന്നില്ല. 2.66% അപ്പാണ്. ഡാബർ 1.72% അപ്പാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.49% അപ്പാണ്. ബ്രിട്ടാനിയ 1.38%, PGHH 1.1%, നെസ്ല ഇന്ത്യ 0.6%. അപ്പോൾ ഇതിൽ ഒരു സ്റ്റോക്ക് പോലും നെഗറ്റീവില്ല. FMCGയിൽ എല്ലാം പോസിറ്റീവാണല്ലേ. താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലീഡേഴ്സൊക്കെ, ഇപ്പോൾ ലീഡേഴ്സ് ഇന്ന ആൾ ലീഡർ എന്ന് പറയാനില്ല, കാരണം എല്ലാവരും ഭയങ്കരന്മാരാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ മോശമില്ല, ബ്രിട്ടാനിയ മോശമില്ല, നെസ്ല മോശമില്ല, കോൾപാൽ. അപ്പോൾ എല്ലാവരും കിടിലന്മാരാണ്. അവന്മാരൊക്കെ കുറച്ച് പുറകോട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്കിവിടെ കാണാം. എന്തായാലും അടുത്ത ദിവസത്തെ ഡേറ്റ സ്റ്റഡി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. FMCG എന്തായാലും ഈ ഒരു വർഷം കയറിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഡേറ്റകൾ നോക്കാം. അതുപോലെ FMCG ETF ഉണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ടറിലേക്ക് പോകാം. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. അവരുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അസറ്റ് പ്ലസിലും ഏഞ്ചൽ വണ്ണിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അക്കൗണ്ട് എടുത്തിട്ടുള്ള നമ്മുടെ ക്ലയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മുടെ ക്ലയൻസിന് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കാവുന്നതാണ്. അങ്ങനെ ഉചിതമായ ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളെ എനിക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുത്താൽ മതി. കാരണം അവിടെ ബ്രോക്കറേജോ AMC ചാർജോ ഒന്നുമില്ല, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. എന്നാൽ സ്റ്റോക്കിലും ETF-ലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത സെക്ടർ കൺസ്യൂമർ ഡ്യൂറബിൾ സ്റ്റോക്സ് ആണ്. അപ്പോൾ ഇതിൽ ബ്ലൂ സ്റ്റാർ കമ്പനി വരുന്നുണ്ട്, ക്രോംപ്റ്റൺ വരുന്നുണ്ട്. ഇത് റിപ്പീറ്റഡ് ആണല്ലേ, മറ്റ് സെക്ടറുകളിലും ഈ കമ്പനി വരുന്നുണ്ട്. നല്ലതാണത്, മോശമൊന്നുമില്ല. 2 സെക്ടറുകളിൽ ഒരേ കമ്പനി വരുന്നത് നല്ല കാര്യം തന്നെയാണ്. ബാറ്റ ഇന്ത്യ വരുന്നുണ്ട്, വി ഗാർഡ്, ഹാവൽസ്, വോൾട്ടാസ്, ഓറിയൻറ്റ് ഇലക്ട്രിക്, വേൾപൂൾ,
അപ്പോൾ ഇതിൻ്റെ പേഴ്സൻറ്റേജ് ബ്ലൂ സ്റ്റാറിൻ്റെ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലേ. 11.63% ആണ്. ക്രോംപ്ടൺ 7.19, ബാറ്റ ഇന്ത്യ ഒക്കെ നമ്മൾ പറഞ്ഞാണ്. വി ഗാർഡ് 5.44%, ബാറ്റ ഇന്ത്യ നിയർലി 6%, ഹാവൽസും 5% മുകളിലുണ്ട്, വോൾട്ടാസ് നിയർലി 5%, പിന്നെ ഓറിയൻറ്റ് ഇലക്ട്രിക്, വേൾപൂൾ അത് 3% മുകളിൽ, ആംബർ 2% അടുത്തേ ഉള്ളൂ, 1.74 ഉള്ളൂ, ടൈറ്റൻ 1.74, റിലാക്സോ 1.22%, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് 0.94%, കജാറിയ സെറാമിക്സ് 0.2. പിന്നെ ഇതിൽ 2 നെഗറ്റീവ് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, രാജേഷ് എക്സ്പോർട്ടും ഡിക്സണും. ഇനി നമുക്ക് അടുത്ത സെക്ടർ നോക്കാം. മീഡിയയാണ്. മീഡിയയിൽ സ്റ്റോക്കുകൾ കുറവാണ്. സീൽ 3% ഉയർന്നിട്ടുണ്ട്. PVR ഇനോക്സ് നിയർലി 3% ഉയർന്നിട്ടുണ്ട്. സരിഗമ 2.46% അല്ലേ. സൺ TV 1%, ഹാത്വേ കേബിൾസ് അതൊരു 0.5 0.5%, നെറ്റ്വർക്ക് 18 0.27%, നസറ ടെക്നോളജീസ് നെഗറ്റീവാണ് 0.62, ഡിഷ് TV നെഗറ്റീവാണ്, 1% ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ മീഡിയ സ്റ്റോക്കുകളിൽ ഒരു വലിയ ബൂം കാണുന്നില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നോക്കണം. ചിലപ്പോൾ മീഡിയ ഔട്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു കേട്ടോ. മീഡിയ ഔട്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ നമ്മുടെ ടോപ്പ് ഗെയിനിങ് സെക്ടറുകളിൽ എനിക്ക് തോന്നുന്നു 4ാമത്തെ 5ാമത്തെ സെക്ടറാണ് മീഡിയ. 5ാമത്തെ ആയിരിക്കും മീഡിയ സെക്ടർ. ഇത്രയുമൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വാച്ച് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ടർ, അതിലെ സെലക്റ്റഡ് കമ്പനികൾ കേട്ടോ. ഈ ഒരു സെക്ടറിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഓട്ടോമൊബൈൽ സെക്ടർ ഇതിനും ETF ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്ന കമ്പനി നമ്മുടെ മാരുതിയാണ്, 4.69%. അടുത്തത് അമർരാജ എനർജി ആൻഡ് മൊബിലിറ്റി. ഇത് പണ്ട് അമർരാജ ബാറ്ററി കമ്പനിയാണ്, ഇപ്പോൾ അതിൻ്റെ പേര് അമർരാജ എനർജി ആൻഡ് മൊബിലിറ്റി ആണ്. അതൊരു 3.97% ഉയർന്നിട്ടുണ്ട്. TVS മോട്ടോഴ്സ് 3.8%, ഐഷർ മോട്ടോഴ്സ് 3.63%, ബജാജ് ഓട്ടോ 3.36%, എമാൻഡം 2.82%, എക്സൈഡ് ബാറ്ററി കമ്പനി 2%, ഹീറോ മോട്ടോ കോർപ്പ് 1.43%. ഹീറോയൊക്കെ കുറച്ചും കൂടെ ഉയരാൻ സാധ്യതയുള്ള പോലെ സാധ്യത ഉണ്ടാവേണ്ട ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ മദർസൺ 1% അടുത്ത്, MRF 0.5%, 0.48%. എന്നാൽ ഇവിടെ നമുക്ക് കാണാം ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒരുപാട് സ്റ്റോക്കുകൾ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫർദർ സ്റ്റഡിക്ക് വിധേയമാക്കണം. കുറേ സ്റ്റോക്കുകൾ കയറിപ്പോയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഒരു 5% മുകളിൽ അപ്പൊന്നും ഒരു സ്റ്റോക്കിലും കാണുന്നില്ല. ഓട്ടോമൊബൈൽ സെക്ടർ എന്തായാലും കയറേണ്ട ഒരു സെക്ടറുമാണ് താനും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ ഫർദർ സ്റ്റഡി ഉൾപ്പെടുത്തണം. താഴേക്ക് പോയ സെക്ടറുകളിൽ താഴേക്ക് പോയ സ്റ്റോക്കുകളിൽ ഏറ്റവും കൂടുതൽ പോയിക്കുക നമ്മുടെ അശോക് ലൈലാൻഡാണ്. 5% മുകളിൽ താഴേക്ക് പോയിട്ടുണ്ട്. TI ഇന്ത്യ 4.63%, ഭാരത് ഫോർജ് 4%, ടാറ്റ മോട്ടോഴ്സ് അടുത്തത് ടാറ്റ മോട്ടോഴ്സ് അധികമില്ല 1.35%. പക്ഷേ EVയിലൊക്കെ ടാറ്റ മോട്ടോഴ്സ് നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എന്തുകൊണ്ട് താഴെ പോയി, ഇനി അടുത്ത ദിവസങ്ങളിൽ തിരിഞ്ഞു വരുമോ എന്നുള്ളത് സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഒരു 0.63% താഴെ പോയി. സോനാകോംസ് ഒരു 0.17%, ബോഷ് 0.14% താഴേക്ക് പോയിട്ടുണ്ട്. ഇതിൽ MRF 0.5% അപ്പാണ്. ഓക്കെ, ടയർ കമ്പനി. അപ്പോൾ ഇതാണ് ഓട്ടോമൊബൈൽ ഡേറ്റ, സ്റ്റോക്കുകളുടെ ഒരു ഡേറ്റ. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, എന്നാൽ പോലും ഇതിലൊരു അപ്പ് വരേണ്ടതാണ്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അത് കൂടുതൽ സ്റ്റഡി ചെയ്യാം. അടുത്തത് പ്രൈവറ്റ് ബാങ്കാണ്. ഇത് അങ്ങനെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം പോസിറ്റീവായിട്ടുള്ള സെക്ടറുകളിൽ ഏറ്റവും താഴെയുള്ള സെക്ടർ ഇതായിരുന്നു. 0.16% കണ്ട് അപ്പം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒരു 1.8% അപ്പായിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് 1.21%, RBL ബാങ്ക് 1.14%, ICICI ബാങ്ക് അതായത് അവിടെയുള്ള ടോപ്പ് ബാങ്കുകളൊക്കെ തന്നെയാണ്, അതൊരു 0.22% അപ്പുള്ളൂ. കൊട്ടക് ബാങ്ക് 0.09%, ബന്ധൻ ബാങ്ക് ഒന്നുമില്ല, ന്യൂട്രലാണെന്ന് പറയാം അല്ലേ. പിന്നെ ബാക്കി ബാങ്കുകൾ HDFC ബാങ്ക്, CUB, സിറ്റി യൂണിയൻ ബാങ്ക്, പിന്നെ ഫെഡറൽ ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് എല്ലാം താഴെയാണ്. ഭയങ്കര ഡൗൺ കണ്ടിട്ടില്ല എന്ന് മാത്രം. IDFC ഫസ്റ്റ് ബാങ്കാണ് ടോപ്പ് ലൂസർ അധികം വന്നേക്കുന്നത്, 2% താഴെയാണ്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട
ബജറ്റിൽ വന്നിരിക്കുന്ന പ്രധാന ന്യൂസുകൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളും അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളും നിങ്ങൾ ഫർദർ സ്റ്റഡി നടത്തുക കേട്ടോ. ഞാനും നടത്തുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോ, ബജറ്റിൻ്റെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പം അത് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം നോക്കുന്നത് നന്നായിരിക്കും. നിഫ്റ്റി 50യിലെയും നിഫ്റ്റി 500ലൊക്കെ ടോപ്പ് ഗൈനർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ സ്റ്റോക്കുകൾ എനിക്കൊന്ന് ട്രെൻഡാണ് അതിൽ ഒരു ടോപ്പ് ഗൈനർ. എന്തായാലും ഞാൻ ഡേറ്റ എടുത്ത് വെച്ചിട്ടുണ്ട്. NSEയിൽ നിന്ന് തന്നെ ഡേറ്റ നോക്കി വെച്ചിട്ടുണ്ട്. NSE നിഫ്റ്റി 50യിലെ ടോപ്പ് ഗൈനർ ട്രെൻഡ് തന്നെയാണ്. 6.98% ഉയർച്ചയുണ്ട് കേട്ടോ. ഈ സ്റ്റോക്ക് വളരെ നല്ല, ഇതൊരു മൾട്ടി ബാഗർ റിട്ടേൺ തന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ വളരെയധികം താഴേക്ക് പോയില്ല, കുറച്ച് താഴേക്ക് പോയി. അതിനുശേഷം നിഫ്റ്റി 50 തന്നെ ഏറ്റവും ടോപ്പായിട്ട് ഇവ കയറി വന്നു. ഇത് സാധ്യതയുണ്ട്, കാരണം നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ പൈസ എന്തായാലും കൂടും. ഈവൻ ഈ ഗവൺമെൻറ് ജോലിക്കാരുടെയും അല്ലെങ്കിൽ മറ്റ് ജോലിക്കാരുടെയൊക്കെ കയ്യിൽ, കാരണം 1 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇത് വരുമ്പോഴത്തേനും ടാക്സ് കൊടുക്കേണ്ടാത്ത ഒരാവശ്യം വരികയും, പണ്ടത് 7 ലക്ഷമായിരുന്നു, അതിൽ നിന്ന് ഒരു 5 ലക്ഷമാണ് കൂടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും ആളുകളുടെ കയ്യിൽ ക്യാഷ് വരും. അപ്പോൾ അത് സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വസ്ത്രമായിരിക്കും അല്ലേ. ട്രെൻഡ് ടാറ്റ ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്. ചെരുപ്പ് നിർമ്മാണമുണ്ട്, അപ്പാരൽസ് ഉണ്ട്, അസസറീസ്, ടോയ്സ്, ഗെയിംസ്, ഫുഡ് ആൻഡ് ഗ്രോസറി, നോൺ ഫുഡ് പ്രോഡക്റ്റ്, പിന്നെ വസ്ത്ര വ്യാപാര രംഗത്ത് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെയധികമുള്ള ഒരു ടാറ്റ ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് ട്രെൻഡ്. ട്രെൻഡിൻ്റെ സ്റ്റുഡിയോ എന്ന് പറയുന്ന റീറ്റെയിൽ വസ്ത്ര വ്യാപാര കമ്പനി ശൃംഖല വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്പനിയുടെ 55% റവന്യൂ ഷെയറും ഈ സ്റ്റുഡിയോയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം ടോയ്സിൻ്റെ ഒരു മെയിൻ ഹബ്ബായിട്ട് ഇന്ത്യ മാറ്റും എന്നുള്ളതാണ്. ടോയ്സ് നിർമ്മാണ രംഗത്തും ട്രെൻഡിന് സാന്നിധ്യമുണ്ട്. അപ്പോൾ ട്രെൻഡിൻ്റെ കീഴിൽ ഒരുപാട് മറ്റ് കമ്പനികളുണ്ട്. ബജറ്റ് ഡേയിൽ ട്രെൻഡ് ഉയർന്നത് പ്രാധാന്യത്തോടെ കാണേണ്ട കാര്യമാണ്. പിന്നെ ITC ഹോട്ടൽസ്, ഓക്കെ, അത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ITC ഹോട്ടൽസ് 5% ഉയർന്നിട്ടുണ്ടായിരുന്നു. ടൂറിസത്തിന് നല്ലൊരു ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ, എത്ര ഡെസ്റ്റിനേഷനാണ്, എൻ്റെ ഓർമ്മ ശരിയാണ് 50 ഡെസ്റ്റിനേഷനാണ് പുതിയ ടൂറിസ്റ്റ് ഹബ്ബുകൾ പ്ലാൻ ചെയ്യുന്നത്. വളരെ നല്ലതാണ്. വിദേശ മണിയെല്ലാം വരട്ടെ, വളരെ നല്ലതാണത്. അപ്പോൾ അതിൻ്റെ ന്യൂസ് നമ്മളെന്തായാലും നോക്കുന്നുണ്ട്. അപ്പം ഹോട്ടൽ സെക്ടറുകൾക്ക് അത് വളരെ പോസിറ്റീവാണ്. അപ്പോൾ ITC ഹോട്ടൽ 5% കയറിയിട്ടുണ്ട്. പിന്നെ മാരുതിയാണ്, ടാറ്റ കൺസ്യൂമർ, ഐഷർ മോട്ടോഴ്സ്. അപ്പോൾ ഓട്ടോമൊബൈലിലെ 3 വലിയ കമ്പനികൾ, ലാർജ് ക്യാപ്പ് കമ്പനികൾ ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കമ്പനി ബെല്ല്, പവർ ഗ്രിഡ്, ലാർസൻ ആൻഡ് ടൂബ്രോ, സിപ്ല, ഗ്രാസിം, ഈ കമ്പനികളൊക്കെ താഴേക്കുമാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലെ ഡേറ്റ നോക്കണം. ജസ്റ്റ് ഞാൻ ആ ട്രെൻഡ് കണ്ടപ്പോൾ ഇങ്ങ് വന്നതാണ്. ഞാൻ നേരത്തെ ഇതെല്ലാം ഒന്ന് നോക്കിയായിരുന്നു. ഇനി നമുക്ക് എഫ് ആൻഡ് ഒയിൽ ടോപ്പ് ഗെയിനർ അത് നമുക്ക് നോക്കണം. ടോപ്പ് ഗെയിനേഴ്സ് ഞാനിവിടെ എടുക്കുന്നുള്ളൂ, ലൂസേഴ്സ് തൽക്കാലം ഒഴിവാക്കുന്നു. ഈ സ്റ്റോക്കുകൾ നോക്കേണ്ടതുണ്ട്. ഡിമാർട്ട്, തീർച്ചയായിട്ടും ഡിമാർട്ടിന് വരുമാനം കൂടാം. 8.73% അപ്പായിരുന്നു. HFCL, അത് ന്യൂസുണ്ട്. അപ്പോൾ ആ ഒരു കമ്പനിയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അത് 8% അപ്പാണ്. ട്രെൻഡ് ഈ പറയുന്ന പോലെ 7% നമ്മൾ കണ്ടാണ്. ക്രോംപ്റ്റൺ നമ്മൾ കണ്ടു. സൊമാറ്റോയ്ക്കൊക്കെ കൂടാമല്ലേ, വരുമാനം കൂടാമല്ലേ, കൂടുമായിരിക്കും എന്തായാലും. 6.66% അപ്പാണ്. SBI കാർഡ്, ഇത് 52 വീക്ക് ഹൈ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. SBI കാർഡ് ഒരു വലിയ ക്യാൻഡിലാണ് ഞാൻ കണ്ടത്. 6.60% മാർക്കറ്റ് ടൈമിൽ തന്നെ കണ്ടതാണ്. ഫീനിക്സ് ലിമിറ്റഡ് 6.59% നമ്മൾ കണ്ടു. ഫീനിക്സിൻ്റെ കണ്ടു, ബാറ്റ ഇന്ത്യ കണ്ടു. പിന്നെ ഏഞ്ചൽ വണ്ണിന് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അക്കൗണ്ട് എടുക്കാം, നമ്മുടെ ഒരു സപ്പോർട്ടും ഉണ്ടാകും. ഇപ്പോൾ ഏഞ്ചൽ വണ്ണ് ഒരു 6% അപ്പുണ്ട് കേട്ടോ. 5.88% സാധ്യതയുണ്ട്. കാരണം ഇതുപോലുള്ള കമ്പനികൾ, ഇപ്പോൾ AMC കമ്പനിയുടെ ഡേറ്റ കണ്ടിട്ടില്ല, നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. AMC കമ്പനികൾ, ബ്രോക്കറേജ് ഫേംസ്, അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് ഫണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. ജനങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ സേവ് ചെയ്യുമല്ലോ അല്ലേ. കൂടുതൽ സ്പെൻഡിങ് ആയിരിക്കും, കുറച്ചായിരിക്കും സേവിങ് ഉണ്ടാവുള്ളൂ, അതങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ട്രെൻഡും ഡിമാർട്ടും ഒക്കെ കയറി പോകുന്നു. എന്നാൽ ഏഞ്ചൽ വണ്ണ് കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, മറ്റ് ബ്രോക്കിംഗ് ഫേംസിൻ്റെ നോക്കാം. കാരണം ഏഞ്ചൽ വൺ F&Oയിൽ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ കണ്ടുവെന്നുള്ളൂ. പ്രസ്റ്റീജും പിന്നെ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റും, ഹാവൽസും, യുണൈറ്റഡ് സ്പിരിറ്റും, മാക്സ് ഹെൽത്തിലേക്ക് കുറച്ച് ഇത്
ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ ജൂബിലൻറ്റ് ഫുഡ്, ലോധ, മാരുതി, ഇന്തോ ഹോട്ടൽ, അതായത് ഇന്ത്യൻ ഹോട്ടലാണ്, ടാറ്റയുടെ ഇന്ത്യൻ ഹോട്ടൽ 4.77% ഉയർന്നിട്ടുണ്ട്. വരുൺ ബീവറേജസ് ഒക്കെ നമ്മൾ കണ്ടു, വോൾട്ടാസൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഓൾമോസ്റ്റ് 4% മുകളിൽ എല്ലാം അതും അപ്പുണ്ട് കേട്ടോ. അപ്പം എഫ് ആൻഡ് ഒ സ്റ്റോക്കുകളിലുള്ള ഗെയിനേഴ്സ് ശ്രദ്ധിക്കണം. ഈ കമ്പനികളും ഈ സ്റ്റോക്കുകളും ശ്രദ്ധിക്കണം. നല്ല കമ്പനികളാണ്, വലിയ കമ്പനികളാണ്. നിഫ്റ്റി 50 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ നിഫ്റ്റി 500 കൊടുക്കാനുള്ള മാർഗം ഇതിൽ കണ്ടില്ല. ഓൾ സെക്യൂരിറ്റീസ് കൊടുക്കുന്നില്ല, നമുക്ക് ഇച്ചിരി വലിയ കമ്പനികൾ മതി. അപ്പോൾ നിഫ്റ്റി 500 നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ. ഇനി അത് നോക്കണമെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇന്നത്തെയും ഡേറ്റയും ഒക്കെ പ്രാധാന്യമുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ന്യൂസുകൾ കൂടി നോക്കാം. ഫിഷറീസ് സെക്ടറിലുള്ള സ്റ്റോക്കുകൾ നോക്കണം. ഫിഷറീസ് സെക്ടറിലുള്ള ആവന്തി അപ്പെക്സ് ആ സ്റ്റോക്ക് വാച്ച് ചെയ്യണം. ഞാൻ ഇതിൻ്റെ ഒന്നും ഗ്രാഫും കാര്യങ്ങളും കാണിക്കുന്നില്ല. ഞാൻ ഈ പറയുമ്പം ഒരുപാട് സ്റ്റോക്കുകളുടെ ഗ്രാഫ് ഡൗണിലേക്കാണ് കേട്ടോ, താഴേക്കാണ്. ഇതിൽ പോസിറ്റീവായിട്ട് ഗുണം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള സ്റ്റോക്കുകളും ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഡൗൺ ആണ്, പലതും ഡൗൺ ആണ്. അതുകൊണ്ട് നല്ല സ്റ്റഡി ചെയ്യണം. പിന്നെ ഈ ബജറ്റ് വരുന്ന ആ സമയത്ത് ആ പറയുന്ന സെക്ടറുകളും ആ സെക്ടറുമായിട്ട് അതുമായിട്ട് ബന്ധമുള്ള സ്റ്റോക്കുകളുമാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് കയറി പോകുമെന്നോ ഇറങ്ങി വരുമെന്നോ ഒന്നും അർത്ഥമില്ല. അപ്പോൾ ഫർദർ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സെക്ടറിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ബജറ്റിൽ. അതിലെ ഒരു സ്റ്റോക്കാണ് അവന്തി അപ്പെക്സ്, വിനതി, പിന്നെ വാട്ടർ ബേസ്. ഈ സ്റ്റോക്കുകളും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഹൈ ഈൽഡിങ് സീഡ്സിൻ്റെ മാനുഫാക്ചറിങ് ടു ബി ലോഞ്ച്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട സെക്ടറാണ്. അതിലെ സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം അത് സീഡ്സിൻ്റെ ഹൈ ഈൽഡിങ് സീഡ്സുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളുണ്ടെന്ന് നോക്കണം കേട്ടോ. അത് ഫർദർ സ്റ്റഡിക്ക് വിടുന്നു. എന്തായാലും അത് അഗ്രികൾച്ചറുമായിട്ടുള്ളതും നാഷണൽ മിഷനിലൊക്കെ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് സാധ്യതയുണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അത് ഡിസ്കസ് ചെയ്യാം. ന്യൂ പോളിസി ഫോർ ലെതർ ആൻഡ് അതർ ഫുഡ് വെയർ സെക്ടേഴ്സാണ്. അപ്പോൾ റിലാക്സോ ഫുഡ് വെയറും അതുപോലെ തന്നെ ബാറ്റ ഇന്ത്യയൊക്കെ ഇതിൽ വരുന്ന ഇതിൻ്റെ ഗുണം ലഭിക്കുന്ന സെക്ടറാണ് കേട്ടോ, അല്ലെങ്കിൽ സ്റ്റോക്കുകളാണ്. അപ്പോൾ അത് നോക്കുക. രണ്ടും നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുള്ളതാണ്. അപ്പോൾ അനലൈസ് ചെയ്യണം. പക്ഷേ ബജറ്റിൽ ഈ കമ്പനികൾക്ക് ഗുണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യയെ ഗ്ലോബൽ ഹബ്ബ് ഫോർ ടോയ്സ് ആക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ കമ്പനികളുണ്ട് എന്നുള്ളത് സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നമ്മൾ നേരത്തെ കണ്ട ഒരു സ്റ്റോക്ക് HFCL, പിന്നെ സ്റ്റെർലൈറ്റ്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ടു ബി പ്രൊവൈഡഡ് ഫോർ ഓൾ ഗവൺമെൻറ് സെക്കൻഡറി സ്കൂൾസ് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി രാജ്യം മൊത്തമുള്ള സെക്കൻഡറി സ്കൂളുകളിലും ഹെൽത്ത് കെയർ സെൻറ്ററുകളിലും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം രണ്ട് കമ്പനികൾക്ക് ലഭിക്കുന്നു, HFCL, സ്റ്റെർലൈറ്റ് കേട്ടോ, നോക്കുക. പിന്നെ AI വേണ്ടിയിട്ട് ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. AI സ്റ്റോക്കുകൾ ഒരുപാടുണ്ട്, നമുക്ക് ഫർദർ സ്റ്റഡി നടത്തേണ്ടിയിരിക്കുന്നു. മിക്കതും ചെറിയ കമ്പനികളാണ്, അപ്പോൾ നമുക്ക് നല്ല സ്റ്റഡികൾ നടത്തേണ്ടിയിരിക്കുന്നു. പിന്നെ പൈപ്പ് ലൈൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ജൽജീവൻ മിഷൻ ഉണ്ടല്ലോ, രാജ്യം മൊത്തം 100% കവറേജാണ് ബജറ്റിൽ പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പൈപ്പുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾക്ക് ഗുണം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും ഈ കമ്പനികൾ പലതും ഡൗൺ ആയിരുന്നു കഴിഞ്ഞ ദിവസം കേട്ടോ. ഉയർന്നിട്ട് ഡൗൺ ആണ്. പ്രിൻസ് പൈപ്പ് എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ഒന്നുമല്ല, പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഫർദർ സ്റ്റഡി നടത്തേണ്ടിയിരിക്കുന്നു, നോക്കണം. എന്തായാലും ഇങ്ങനെയൊരു ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അനലൈസ് ചെയ്ത് ഇതിലൊക്കെ ബൈ വരണമെങ്കിൽ അടുത്ത ദിവസങ്ങളിലേ വരുള്ളൂ. അപ്പോൾ അതുമായിരിക്കാം. ഇപ്പം ജൽജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ നമ്മൾ സ്റ്റഡി ചെയ്യണം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സ്റ്റോക്കുകളാണ് VPRPL, പിന്നെ EMS ലിമിറ്റഡ്, പിന്നെ വാടെക് എന്ന് അടിച്ചാലും മതി, വാടെക് വാബാക്. ഈ 3 സ്റ്റോക്കുകൾ കൂടി സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ജൽജീവൻ മിഷൻ 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മാരിടൈം ഡെവലപ്മെൻറ്റ്, സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ അതിലേക്ക് 250 ബില്യൺ റുപ്പീസ് വകയിരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറൈൻ ഇലക്ട്രിക്കും മറ്റുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കാണ്. ഫർദർ സ്റ്റഡി നടത്തണം. പോകുന്ന പോക്കിൽ ചാർട്ടൊക്കെ എടുത്ത് നോക്കിയോളൂ കേട്ടോ. അതുപോലെ തന്നെ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ GRSC, പിന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ,
ഈ കമ്പനികളും നമ്മുടെ കടലുമായിട്ട് അല്ലെങ്കിൽ കപ്പലുമായിട്ട് കപ്പൽ നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കമ്പനികളാണ്. അതും നോക്കുക. പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം 120 ന്യൂ ഡെസ്റ്റിനേഷൻ അണ്ടർ ന്യൂ ഉദാൻ സ്കീം. അപ്പോൾ ടൂറിസത്തിന് അതിൽ ട്രാവലും വരുന്നുണ്ട് കേട്ടോ. ട്രാവൽ ആൻഡ് ടൂറിസത്തിന് നല്ലൊരു ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പുതിയ 120 ന്യൂ ഡെസ്റ്റിനേഷൻസാണ് പറയുന്നത്. അതുപോലെ 50 ഡെസ്റ്റിനേഷനും പറയുന്നുണ്ട്. ഇതിൻ്റെ താഴെ നമുക്ക് പ്ലാൻസ് ടു ഡെവലപ്പ് ടോപ്പ് 50 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ദ കൺട്രി. അപ്പം എന്തായാലും 50 120 കാണുന്നുണ്ട്. പുതിയ ഡെസ്റ്റിനേഷൻസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് രാജ്യത്തുണ്ടാകുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ്, ഇത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. നല്ല സ്റ്റഡി ചെയ്യണം. ടെക്നിക്കലി ബിയറിഷ് ആയിട്ടുള്ള പല കമ്പനികളും ഞാൻ നോക്കിയിട്ടുള്ള പല കമ്പനികളും അങ്ങനെയുണ്ട്. അപ്പോൾ ഫർദർ സ്റ്റഡികൾ ഇനി വരുന്ന പാറ്റേണുകൾ അത് ബുള്ളിഷിലേക്ക് തിരിയുന്നുണ്ടോ, അതാണ് പ്രധാനപ്പെട്ടത്. അതായത് ടെക്നിക്കലി ബിയറിഷ് ആയിരുന്നു മിക്ക കമ്പനികളും, മാർക്കറ്റ് ഡൗൺ കൂടി ആയിരുന്നല്ലോ. അത് നമുക്കൊരു ബുള്ളിഷ് ഇതിലേക്ക് തിരിയുന്നുണ്ട്. അത് കുറച്ച് ദിവസങ്ങൾ വന്നാൽ മാത്രമാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് പോകുന്നതും ആയിരിക്കില്ല. ഗ്രീൻ ആയിരിക്കും, റെഡ് ആയിരിക്കും, അങ്ങനെയൊക്കെ ക്യാൻഡിലുകൾ നോക്കി മാത്രം ഇൻഡിവിജ്വൽ ക്യാൻഡിലുകൾ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടം ക്യാൻഡിലുകൾ വെച്ചിട്ട് വേണം നമുക്ക് ഇത് ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പം ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് അല്ലെങ്കിൽ ഈസ് മൈ ട്രിപ്പ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ ഈ കമ്പനി ഡൗൺ ആയിട്ടുള്ള കമ്പനിയാണ്. ഇത് മോഡിലേക്ക് കഴിഞ്ഞ ദിവസം ഗ്രീൻ ക്യാൻഡിലായിരുന്നു കേട്ടോ. ഈ കമ്പനിക്ക് ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് പറയുമ്പോഴും ഇതിന് ഗുണം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും അത് റിയലി അത് ചാർട്ടിൽ വിസിബിൾ ആകുന്നുണ്ടോ എന്ന് നോക്കണം. അടുത്ത GMDC NMDC സ്റ്റോക്സ് ഫോക്കസിൽ ഉണ്ട്. ഈ കമ്പനികൾ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ട്രാവൽ ആൻഡ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കമ്പനി ITDC ആണ്. ITDC. ഇനിയും മറ്റ് സ്റ്റോക്കുകൾ നോക്കുക. ഹോട്ടൽസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ട്രാവലുമായ ആൻഡ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളാണ്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ GMDC NMDC ഒക്കെ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളാണ്. അപ്പോൾ മൈനിങ് സെക്ടർ റിഫോംസ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നോക്കാം. ഇൻഷുറൻസ് സെക്ടറെ നോക്കണം. ഇൻഷുറൻസ് കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻസ് 74% നിന്ന് 100% ഉയർത്തിയിട്ടുണ്ട്. പിന്നെ എക്സൈഡ് നമ്മൾ നേരത്തെ കണ്ടതാണ്, ബാറ്ററി അല്ലേ, ബാറ്ററി റിലേറ്റഡ് റോ മെറ്റീരിയൽസ് എക്സെപ്റ്റ് ഫ്രം കസ്റ്റംസ്. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ബാറ്ററി EV പ്രധാനമായിട്ട് EVക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്ന റോ മെറ്റീരിയലുകൾക്ക് ആ ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എക്സൈഡിന് പ്രയോജനമുണ്ട്. പിന്നെ കപ്പൽ മസഗോൺ ആൻഡ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഈ 2 സ്റ്റോക്കുകൾ നോക്കുക എങ്ങനെ ഇത് ചെയ്യുന്നുള്ളത്. കാരണം ഇതിന് ഓൾറെഡി ഡ്യൂട്ടി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് 10 വർഷത്തേക്ക് നീട്ടിയിട്ടുണ്ട്. കണ്ടിന്യൂ ഡ്യൂട്ടി എക്സെപ്ഷൻ ഓൺ ഷിപ്പിംഗ് ഫോർ 10 years. അപ്പോൾ കപ്പൽ നിർമ്മാണ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ മസഗോണ്, പിന്നെ SCI, GRSC ഇങ്ങനെയുള്ള കമ്പനികൾ നോക്കുക. ഇത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇത് ഡ്യൂട്ടി ഇല്ലായിരുന്നു. അത് 10 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോസിറ്റീവാണ് കമ്പനികൾക്ക്, പോസിറ്റീവാണ്. പിന്നെ നല്ല റാലി നടത്തിയതിന് ശേഷം മിക്കതും തന്നെ താഴേക്ക് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ അവിടുന്ന് റിയാക്ട് ചെയ്യുമെന്ന് നോക്കണം. TDS കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, TDS കട്ട് ചെയ്തിട്ടുണ്ട്. അത് റെൻ്റൽ TDS ഉണ്ട്, പിന്നെ അല്ലാതെ ഉള്ള ബാങ്കിൽ നിന്ന് മറ്റുമൊക്കെ കിട്ടുന്ന ഇൻട്രസ്റ്റിലും TDSലും ഉണ്ട്. അപ്പോൾ അതെന്തായാലും മിഡിൽ ക്ലാസ്സിന് ഗുണം ചെയ്യും. പിന്നെ ടാക്സ് സ്ലാബിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നുള്ള സംഭവം അറിയാം. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് ഡയറക്റ്റ്ലി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് വലിയ ദോഷമില്ല. പക്ഷേ ഡയറക്റ്റ്ലി ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കുറച്ചാൽ മാത്രമാണ് നമ്മുടെ മാർക്കറ്റിന് ഗുണമുള്ളൂ, മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് വരുള്ളൂ, അങ്ങനെ കേട്ടോ. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മൾ നോക്കും, കഴിഞ്ഞ ദിവസം നിഫ്റ്റി ഡൗണൊന്നുമല്ല, ഡൗണാണോ? ചെറിയ ഡൗണാണ്. ഇന്നത്തെയൊക്കെ ഡേറ്റകൾ, ഈ വരുന്ന 2-3 ദിവസത്തെ ഡേറ്റകൾ വളരെ പ്രധാനപ്പെട്ടാണ് നിഫ്റ്റിയിലെ. മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂട്രൽ ബജറ്റ് എന്ന് എനിക്കും പറയാനുള്ളൂ. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ എഫോർട്ട് എടുത്തിട്ട് ഈ വീഡിയോ ചെയ്തത്. കാരണം ഇതൊക്കെ ഞാൻ വായിച്ച് പോയപ്പോഴൊന്നും ഈ ഡേറ്റ സേവ് ചെയ്തിട്ടില്ല. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഡേറ്റ പിന്നീട് പോയിട്ട് സേവ് ചെയ്തത്. ഒരു 10 എണ്ണം വായിച്ചാലാണ് നമുക്ക് പ്രയോജനപ്പെട്ട ഒരു സംഭവം കിട്ടുക, അല്ലെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു കണ്ടൻറ്റ് കിട്ടുക. അതുപോലെ ഈ എക്കണോമിക് ടൈംസിലൊക്കെ ന്യൂസുകളും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മളത് ആ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വീഡിയോയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്, ആവശ്യമുണ്ട്. ഇവിടെ GDPയുടെ ഡൗണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അടുത്ത
വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. നന്നായിട്ട് സ്റ്റഡി ചെയ്ത് കറക്റ്റ് ഡിസിഷൻ എടുക്കുക കേട്ടോ. എന്തായാലും അതിന് കുറച്ച് ദിവസങ്ങൾ പിടിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണാം.